രാവിലെ നേരത്തെ എണീറ്റിട്ട് ഇതേപോലെ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഐശുവിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് ചെറിയൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ചെറിയൊരു ട്രിപ്പ് ഉണ്ട്. അങ്ങനെ പ്ലാൻ ചെയ്ത ട്രിപ്പൊന്നുമല്ല, പെട്ടെന്ന് ഇന്നലെ രാത്രി ജൗഹറും സലീഖക്കും വയനാട് ഒരു പ്രോപ്പർട്ടി കാണാൻ പോകുന്നുണ്ട്, നാളെ നിങ്ങൾ വരണോയെന്ന് ചോദിച്ചപ്പം സാറ്റർഡേ ആണ്, വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഐശുവിനെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങളും കൂടി വരാമെന്ന് പറഞ്ഞ് ഐശുവിനെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് സലീഖാണ് ഡ്രൈവ് ചെയ്യണത്. ജൗഹറിൻ്റെ കൈക്ക് ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അവളെ ഡ്രൈവിങ്ങും ശരിയാവാന്നുള്ളൊരു പ്ലാനിലേനി. അപ്പം അവളിങ്ങനെ പതുക്കെ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് ഡ്രൈവ് ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ സ്കൂൾ ബസ് മിസ്സായിട്ട് ഐശുവിന്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പം സ്കൂളിലാക്കി കൊടുക്കാന്നേ നിവർത്തിയുള്ളൂ. സ്കൂളിലാക്കി കൊടുത്ത് തിരിച്ച് ഞങ്ങൾ കൊണ്ടോട്ടി മുക്കം വഴിയാണ് ഇങ്ങനെ ഇവിടെ താമരശ്ശേരിയിലേക്ക് പോയതിട്ട്. അപ്പം ഇനി ഐശു എങ്ങാനും അല്ല ഞങ്ങളെങ്ങാനും ലേറ്റ് ആയി കഴിഞ്ഞാൽ ഐശുവിനോട് കരിന്തുരുത്തിയിലേക്ക് പോകാൻ വിളിച്ച് പറയുകയും ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ്. അങ്ങനെ അവളാക്കി കൊടുത്ത് ഞങ്ങളിങ്ങനെ വരികയാണ്. അങ്ങനെ കുറച്ച് അങ്ങ് എത്തി കഴിഞ്ഞപ്പോൾ വിശപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ലൈറ്റായിട്ട് മാത്രം കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഹോട്ടലിൽ നിർത്തി. സ്ഥലം എനിക്ക് അറിയില്ല, ഏതാ പേര് ഞാൻ മറന്നുപോയി. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ചെറിയ ഹോട്ടലിന് അവിടെ നല്ല ഇടിയപ്പവും പൊറോട്ടയും ചിക്കൻ കറിയും മുട്ടക്കറിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഓരോ കറിയും രണ്ട് വീതം ഇതുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഒരു ഹോംലി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഹോട്ടലിൽ നിന്ന് കഴിക്കണതിനെക്കാട്ടും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ പോലത്തെ ഒരു ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി വീണ്ടും. അപ്പോഴേക്കും മഴയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കംപ്ലീറ്റ് ഡ്രൈവിങ് സലീഖന്നേനി. ഉള്ള ഡ്രൈവിങ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം ജൗഹറിന് കൈ ഇങ്ങനെ പൊട്ടി ബാഗ് ഇങ്ങനെ കഴുത്തിലൂടെ അങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവനക്ക് ഡ്രൈവ് ചെയ്യാനും പറ്റില്ല. കുറേ ദിവസത്തിന് 3-4 മാസത്തിനൊന്നും അവനോട് ഡ്രൈവ് ചെയ്യരുത്, സ്ട്രെസ്സൊന്നും കൈക്ക് യാതൊരു വെയിറ്റും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറുടെ. ചെറിയൊരു സർജറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനി. അപ്പം എന്താ പറയുക, അപ്പോൾ പിന്നെ അവർക്ക് ഇവിടെ പോകണമെന്നുണ്ടെങ്കിൽ വേറൊരാളെ ഇതാക്കണ്ടല്ലോ, അവളെ ഡ്രൈവിങ് ക്ലിയർ ആയി കഴിഞ്ഞാൽ എന്ന് വിചാരിച്ചിട്ടാണ് അവൾ തന്നെ ഡ്രൈവ് ചെയ്യണത് കേട്ടോ. അങ്ങനെ ഈ ഒരു ട്രിപ്പ് തന്നെ അവൾ ഏകദേശം റെഡി ആവുകയും ചെയ്തിട്ടുണ്ട്. ഇനി നല്ല അടിപൊളി റോഡാണ്. ഞാൻ ഈ വഴിയൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. കൊണ്ടോട്ടി മുക്കം വഴി, മുക്കം ഇടവണ്ണപ്പാറ ആ വഴിയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ കോട്ടക്കലെത്തിയപ്പോൾ അവർക്ക് വേറെ ആരോ മീറ്റ് ചെയ്യാനുണ്ട്. ഇനി അവരെ പോയി കാണുന്ന സമയം കൊണ്ട് ഞങ്ങൾ ചെറിയ സ്നാക്സും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. ബ്രെഡ് പൊരിച്ചതിൻ്റെ ബാക്കിയും കുറച്ച് ചായയൊക്കെ എടുത്തിട്ടുണ്ടായിനി. ഞങ്ങളും കുടിച്ച് ബാക്കിയുള്ളത് അവർക്കും കൊടുത്ത് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. നല്ല നല്ല സ്ഥലങ്ങൾ കേട്ടോ, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ എണീറ്റത്. അങ്ങനെ ഏകദേശം താമരശ്ശേരി ചുരം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പം അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടുള്ള ഒരു പമ്പിന്ന്, നയാരൻ്റെ ഒരു പമ്പിന്ന് ഞങ്ങൾ എന്ത് ചെയ്ത് ഒന്ന് ബാത്റൂമിലൊക്കെ പോകേണ്ടവർക്കും പിന്നെ പെട്രോൾ അടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട്. അപ്പോൾ ആമിക്കുട്ടിക്ക് കുറേ ആയിട്ട് യാത്ര ചെയ്യുമ്പോഴൊന്നും ഡയപ്പർ യൂസ് ചെയ്യില്ല. അവളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിപ്പിച്ചിട്ടൊക്കെ അങ്ങനെ കൊണ്ടുപോകലാണ് കേട്ടോ. കാരണം അവൾക്ക് ഡയപ്പർ യൂസ് ചെയ്യണ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്കും ഒക്കെ ഫീൽ ചെയ്തപ്പോൾ ഞങ്ങൾ വല്ല സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ സ്കൂളിലൊക്കെ ചേർത്താനൊക്കെ ആയില്ലേ, അപ്പോൾ അതൊക്കെ ശീലിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ അങ്ങ് നിർത്തിയതാണ്. അങ്ങനെ എന്തായാലും ചുരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചുരം കയറിയതും ഇറങ്ങിയതൊക്കെ സലീഖ കേട്ടോ. അപ്പോൾ ഓളെ ഡ്രൈവിങ് അതിലൊക്കെ അങ്ങോട്ട് കറക്റ്റായി. സംഗതി വണ്ടി ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിലും സ്റ്റിയറിംഗ് ഒക്കെ കറക്റ്റ് ആവണമല്ലോ. അപ്പം ജൗഹറിൻ്റെ കൈക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ഇങ്ങനെ എവിടെയും പോകണമെന്നുണ്ടെങ്കിൽ വേറൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹസ്ബൻഡും വൈഫും ഡ്രൈവിങ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പഠിക്കണം തന്നെയാണ്. കാരണം നമുക്ക് എന്ത് ബുദ്ധിമുട്ടെന്നാലും പുറത്തുനിന്ന് ഒരാളെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നിന്ന് ഇപ്പം നമ്മൾ വേറെ ആരെങ്കിലും വിളിക്കണേക്കാൾ എത്രയോ ബെറ്ററാണ് രണ്ടാൾ അറിഞ്ഞാൽ മാറി മാറി ചെയ്ത് അങ്ങനെ ശീലിക്കണത്. അപ്പോൾ ഹസ്ബൻഡ് നാട്ടിലില്ല, ഞാൻ വൈഫിൻ്റെ മക്കളെയും കൊണ്ട് പോവുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ട്രിപ്പിൽ അതങ്ങ് റെഡിയായി, ഓളെ കാര്യം റെഡിയായി. പിന്നെ ഫസ്റ്റ് ഞങ്ങൾക്ക് കാണേണ്ടത് ഒരു ഹോം സ്റ്റേ ആയിട്ടാ. വയനാട് വൈത്തിരിയിലാണെന്ന് തോന്നുന്നുണ്ട്. ഇത് അങ്ങോട്ടുള്ള റോഡാണ് കേട്ടോ, ആ മെയിൻ റോഡ് അങ്ങോട്ട് തിരിഞ്ഞാൽ ഈ റോഡാണ്, അവിടേക്കുള്ള റോഡാണ്. ഇത് നേരെ ആ വീട്ടിലേക്ക് പോണതാണ് കേട്ടോ, ഹോം സ്റ്റേയിലേക്കുള്ള റോഡാണ്. അപ്പോൾ അവിടെ ഉള്ളൊരു കെയർ ടേക്കറാണ്. ഒരു വണ്ടി വരുന്നുണ്ട് ഇങ്ങനെ, ഇതിന് മുന്നേ അവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവരിതെല്ലാം തുറന്ന് എന്തോ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തുറന്ന് തന്നതാണ്.
വണ്ടിയൊക്കെ അവൾ കയറ്റി. എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിനി ഇവിടുന്ന് ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഈസി ആയിട്ട് അവൾ കയറ്റി. നല്ല രസമുള്ളൊരു പ്ലേസാണ്. ഒരു ചെറിയ വീട്, ഒരു നല്ല അടിപൊളിയായിട്ട് റിനോവേറ്റ് ചെയ്തെടുത്തതാണിത്. കുറച്ചൊരു 10 ആൾ 12 ആളൊക്കെ ഉള്ളൊരു ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഈ സിറ്റ് ഔട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ സൂപ്പർ വൈബേന് കേട്ടോ. പുറത്ത് കണ്ണെത്താത്ത ദൂരത്ത് കൃഷിസ്ഥലവും അങ്ങനെയൊക്കെ ആയിട്ടൊരു വലിയ സിറ്റ് ഔട്ട്, ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ളൊരു സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ല വ്യൂ ആയിന്. പിന്നെ ഊഞ്ഞാലുണ്ട്, ഉള്ളിലാണെന്ന് പറഞ്ഞിട്ട് നല്ല സൗകര്യമുണ്ട്. 3 റൂമെങ്ങാനും താഴെ തന്നെ ഉണ്ട്. മുകളിൽ പിന്നെ ഒരൊറ്റ റൂമും ഒരു ലിവിങ്ങും, നല്ല സൂപ്പർ റൂമും ലിവിങ്ങും ബാൽക്കണിയാണ് മുകളിൽ ഉണ്ടായിട്ടുള്ളത്. ഇതേപോലെ 2 ഒരു സീറ്റിംഗ് ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 റൂം, ഒരു ഡൈനിങ്, പിന്നെ എന്താ പറയുക ഒരു കിച്ചണും ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിക്കണം എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാതെ ഫുഡ് അവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഒരു നല്ല അടിപൊളി ഒരു കിച്ചണൊക്കെ ഉണ്ട്. കിച്ചണൊക്കെ പുറത്തേക്ക് വേറെ എടുത്തതാണെന്ന് തോന്നണേ. അങ്ങനെ എന്തായാലും അത് കഴിഞ്ഞ് അതിൻ്റെ സൈഡിലൂടെയുള്ള ഈ സ്റ്റെയറിന് അങ്ങ് മുകളിൽ കയറി കഴിഞ്ഞാൽ വേറെ ലെവലാണ് ഗൈസ്. സൂപ്പറായിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടുന്ന്. അതേപോലെ തന്നെ കയറി വരുന്ന തന്നെ ഇതേപോലെ ചെറിയൊരു ലിവിങ് സ്പേസിലേക്കാണ്. അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ബെഡ്റൂം, പിന്നെ അതിൻ്റെ നേരെ തന്നെ ബാൽക്കണി എന്നൊക്കെയുള്ള വ്യൂ സൂപ്പറാണ് കേട്ടോ. ഈ ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. താഴെയാണെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അപ്പോൾ എന്തായാലും ഇഷ്ടംമാതിരി ആൾക്കാർ, വലിയൊരു ഫാമിലിക്ക് വന്നാൽ ഈ ഒരൊറ്റ ഹോം സ്റ്റേ എടുത്താൽ മതി. വയനാട്ട് ഒന്ന് സ്റ്റേ ചെയ്യാനും നമുക്കൊന്ന് സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് വരുന്നവർക്ക് അടിപൊളിയായിരിക്കട്ടത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് അതൊക്കെ കണ്ട് ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യണം എന്നൊക്കെ ഉണ്ടേനി. പക്ഷേ ആവശ്യമില്ലാത്തതുകൊണ്ട്, ഞങ്ങൾ പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ടും ഞങ്ങൾ നിന്നിട്ടില്ല. ഞങ്ങൾ നിൽക്കാനുള്ള ഒരു ഇതിലല്ല വന്നത്. ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി കുറച്ചൊരു 1:30-2 മണി ആയിട്ടുണ്ട് കേട്ടോ. വിശപ്പ് നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ആ കെയർ ടേക്കർ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ അടുത്ത് പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്, നല്ല ഫുഡാന്നൊക്കെ പറഞ്ഞ് ഉപ്പര അവിടെ നിന്ന് വിളിച്ചൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ അങ്ങോട്ട് ചെന്നിട്ടോ. ഒരു 3-4 കിലോമീറ്റർ അങ്ങോട്ട് പോകണം. ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ അടുത്ത് തുറന്നതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ മന്തി മാത്രമേ അവിടെ, അൽഫാം മന്തി മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇനി വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ മന്തി, റൈസ്, അൽഫാം ഭയങ്കര ഡ്രൈ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടോ. നല്ല എരിവുണ്ടായിനി. പിന്നെ അത് മാത്രമല്ല, മന്തി റൈസ് ഭയങ്കര ലോ ക്വാളിറ്റി റൈസായിട്ട് തോന്നി. സത്യം പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട്ടുകാർ അവിടുന്ന് കഴിക്കണ മന്തി ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഈ ടൈപ്പ് മന്തി കഴിക്കുമ്പോൾ നമുക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളതുള്ളൂ. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടേക്കാം. എന്തായാലും ഞങ്ങൾ ഫുഡ് വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ഭക്ഷണത്തിനേക്കാളും വിശപ്പിനാണല്ലോ രുചി. അപ്പം ആ ഒരു കാരണം കൊണ്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ കഴിച്ച് പിന്നെ അപ്പോഴേക്കും മഴ പുറത്ത് നന്നായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചൊന്നും അവിടെ വെയിറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ വീണ്ടും അടുത്ത പ്രോപ്പർട്ടി കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അത് ഈ ഒരു വീടാണ്. ഇതും ഇതേപോലെ കുറച്ച് പഴയ ഒരു വലിയ വീടെടുത്തിട്ട് അവർ തന്നെ നന്നായിട്ട് റിനോവേറ്റ് ചെയ്ത് അടിപൊളിയാക്കിയതാണ് കേട്ടോ. ഇതൊക്കെ സെയിലിനുള്ളതാണ്. അപ്പോൾ ഇത് കാണാനാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ അവരെ കൂടെ ഞങ്ങളും വന്നെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ട് ഞാൻ അവിടെ ഇങ്ങനെ സൗണ്ട് കേട്ടപ്പോൾ ലവ് ബേർഡ്സിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ആമക്കുട്ടിക്ക് കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതാണ്. അല്ല, ലവ് ബേർഡ്സിൻ്റെ അടുത്ത് ചെന്ന സമയത്താണ് ഞാൻ അതിൻ്റെ നേരെ ഈ സൈഡിൽ ഈ 2 ആൾക്കാരെ കാണുന്നത് കേട്ടോ. അയ്യോ, നല്ല വലിപ്പമുള്ള നല്ല ആൾക്കാർ. ഞാൻ വേഗം തിരിച്ചു പോകുന്നു കേട്ടോ. കാരണം അതെങ്ങാനോ കൂട് തുറന്ന് പുറത്ത് വന്നാലെന്ന് ആലോചിച്ച് പോയി ഞാൻ. അങ്ങനെ പിന്നെ കാണാനുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്ലോട്ടാണ്. ആ പ്ലോട്ടിലേക്ക് പോണ വഴിയാണ് കേട്ടത്. അങ്ങനെ കുറച്ച് താഴേക്ക് ഇറങ്ങി പോയിട്ടുള്ളൊരു പ്ലോട്ട്, ഒരു സ്കൂളിൻ്റെ ഒക്കെ അടുത്തായിട്ടുള്ളൊരു പ്ലോട്ടാണ് കേട്ടോ. അതും കഴിഞ്ഞ് ഞങ്ങൾ കയ്യിലുണ്ടായതിന് ചായയൊക്കെ കുറച്ച് ഒഴിച്ച് കുടിച്ചു. വളരെ കുറച്ചുള്ളൂ ഉള്ളേനി. അപ്പോൾ അതും കുടിച്ച് ബാക്കി നമ്മൾ പുറത്തുനിന്ന് പോണ വഴിക്ക് കുടിക്കാമെന്നും പറഞ്ഞിട്ട് ഒരു തട്ടുകട കയറിയിട്ട് അവിടുന്ന് കഴിച്ചിട്ടപ്പം ആമിക്കുട്ടിക്ക് പഴംപൊരി വേണമെന്ന് പറഞ്ഞ് ചെറുതായിട്ട് വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു പഴംപൊരി വാങ്ങി. ഞാനും സെലിക്കും ഇതേപോലെ കാടമുട്ട മസാല ആക്കിയതുണ്ടല്ലോ, അതും കഴിച്ച്. സെലിയാക്ക് വിശപ്പ് കാരണം പൊറോട്ടയും ബീഫും വേണമെന്ന് പറഞ്ഞ് സെലിയാക്ക് അതും കഴിച്ച്. അങ്ങനെ ഞങ്ങൾ നേരെ ചുരം ഇറങ്ങുകയാണ്. അപ്പം ഇങ്ങനെ ഇരുടായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നല്ല ഇരുടാവണ മുന്നേ ചുരത്തിൻ്റെ താഴെ എത്തണം, ചുരം കഴിയണം എന്നുള്ളൊരു പ്ലാനിലാണ് പോകുന്നത്. നല്ല അടിപൊളി ഇതേനിട്ട വൈബേനിട്ട. കാരണം
നല്ല ചെറിയ മഴയും ചുരത്തുമെന്ന് ഇങ്ങനെ ആ സൂര്യൻ അസ്തമിക്കണ ആ ഒരു ടൈമൊക്കെ കൂടെ ആയിട്ട് എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ ബൈപ്പാസിൽ നിന്ന് MRIയിൽ കയറിയിട്ട് ഡിന്നറും കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോയത്.